ഇവിടെ എന്താണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ, ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്നത് കൊണ്ട് അവർക്ക് ക്രേവിംഗ് ഉണ്ട്, അത് നിർത്താൻ പറ്റുന്നില്ല, ടോളറൻസ് ഉണ്ട്. അതുപോലെ അത് ഇറ്റ് കോസസ് പേഴ്സണൽ, ഫാമിലി, സോഷ്യൽ, ഓക്യുപ്പേഷണൽ ഇമ്പയർമെൻറ്റ്. അത്തരം സന്ദർഭങ്ങളിലാണ് അഡിക്ഷൻ എന്ന് പറയുക. എന്നാൽ ഇതേതെങ്കിലും ഒരു കാറ്റഗറിയിൽ WHO ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിലോ അല്ലെങ്കിൽ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ്റെ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സിലോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് വേണം പറയാൻ. അത് ICDയിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് അവസാന ഘട്ടം വരെ ഈ ഒരു അഡിക്ഷനെ മറ്റുള്ള ഇമ്പൾസ് കൺട്രോൾ ഡിസീസ് അല്ലെങ്കിൽ അതർ അഡിക്റ്റീവ് ഡിസോർഡേഴ്സിൽ പെടുത്താനായിട്ട് വെച്ചിരുന്നതാണ്. പക്ഷേ അവസാന ഭാഗം എന്തുകൊണ്ടോ അത് ഒഴിവാക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനൊന്ന് ഒഴിവാക്കി ക്ലാസിഫിക്കേഷനിലില്ല എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാതാവുന്നില്ല. അത് ട്രീറ്റ് ചെയ്ത് മാറ്റാമോ എന്ന് ചോദിച്ചാൽ വ്യക്തിക്ക് ഇത് മാറ്റണം എന്നുള്ള ഉറപ്പുള്ള, അത് അത്രയധികം ആഗ്രഹം ഉണ്ട് എങ്കിൽ, അതിന് പൂർണ്ണമായും സഹകരിക്കാനും അദ്ദേഹം തയ്യാറാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റും.